ഗവർണറുമായി നിലയ്ക്കാത്ത വിവാദം സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ എല്ലാ ദിവസവും വിവാദങ്ങളിലേക്ക് പോകാനുള്ള ആവേശം ഗവർണർ കാണിക്കുന്നുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്ഭവനിലെ ഔദ്യോഗിക വേദികളിലൊന്നും ഇന്ത്യയുടേതല്ലാത്തൊരു മാപ്പ് ഇതുപോലെ കാണിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭൂപടം അത് മഹത്തായ ഒന്നാണ്. ആ ഭൂപടമല്ലാത്ത വേറെ ഏതോ ഒരു ഭൂപടം അത് സംഘപരിവാറിൻ്റെ ശാഖകളിൽ എപ്പോഴും കാണിക്കുന്ന ഭൂപടമാണെന്ന് പറയപ്പെടുന്നു. ആ ഭൂപടത്തിൻ്റെ പശ്ചാത്തലം വേണമെന്നും ഇന്ത്യക്കറിയാത്ത ഏതോ ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇന്ത്യയെന്നും അതാണ് ഭാരതമാതാവ് എന്നൊക്കെ പറയുന്ന ആ വാദങ്ങൾ എത്രമാത്രം ഇംപ്രോപ്പറാണെന്ന് അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ബോധ്യപ്പെട്ടേക്കാം ഇത് വായിച്ചാൽ. അതുകൊണ്ട് നിയമപരമായി തന്നെ അത് തെറ്റാണെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾക്ക് സമയമായിരിക്കുന്നു. അദ്ദേഹം ആ വഴിക്ക് ചിന്തിക്കാൻ ഇനി ഒട്ടും വൈകാൻ പാടില്ല. ഞങ്ങൾക്ക് ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ്. ഞങ്ങൾ ജയ് വിളിക്കും ഭാരതമാതാവിന്. ആ ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ്, ഇവിടുത്തെ മനുഷ്യരാണ്, ഇവിടുത്തെ കോടാനുകോടി സ്ത്രീ പുരുഷന്മാരാണ്. ഞങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ അവർക്കാണ് ഞങ്ങൾ ജയ് വിളിക്കുന്നത്. പൂർവാശ്രമത്തിലെ വിചാരധാരയാണോ ഭരണഘടനയാണോ വഴികാട്ടിയാകേണ്ടതെന്ന് ഗവർണർ തീരുമാനിക്കണം. ഇന്ത്യക്ക് പരിചിതമല്ലാത്ത ഏതോ ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇന്ത്യയെന്നും അതാണ് ഭാരതമാതാവെന്നും പറയുന്നത് എത്രത്തോളം അനുചിതമാണെന്ന് ഗവർണർ മനസ്സിലാക്കണമെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. ദേശീയ ബിംബങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ ഗവർണർ വായിക്കണം. ഭരണഘടന പഠിച്ചാൽ ഗവർണർക്ക് എല്ലാം മനസ്സിലാകും. സർക്കാരിന് സംഘർഷം ലക്ഷ്യമല്ല. രാജ്ഭവന്റെ ഔദ്യോഗിക വേദികളിൽ ഇന്ത്യയുടേതല്ലാത്ത ഭൂപടം കാണിക്കാൻ പാടില്ല. നിയമപരമായി തന്നെ അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ പറയേണ്ട സമയമായി. ഭരണഘടനാ പദവിയായ ഗവർണർ പദവിയെ നയിക്കേണ്ടത് ഭരണഘടനയാണെന്ന സത്യത്തെ മറന്നുകൊണ്ട് രാജ്ഭവനിലെ അന്തേവാസി തന്റെ പൂർവ്വകാലത്തെ എല്ലാമായി കാണുകയാണെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. അതേസമയം ഭാരതാംബ വിവാദത്തിൽ CPM നേതാവ് TM തോമസ് ഐസക് രംഗത്തെത്തി. ഭരണഘടനയ്ക്ക് മുകളിലല്ല പ്രോട്ടോകോൾ എന്ന് CPM നേതാവ് TM തോമസ് ഐസക് പറഞ്ഞു. മന്ത്രിസഭ പറയുന്നതനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും BJPയുടെ രാഷ്ട്രീയ ചട്ടുകമായി ഗവർണർ മാറുന്നുവെന്നും ഭാരതാംബ വിവാദത്തിൽ പ്രതികരിച്ച് തോമസ് ഐസക് വ്യക്തമാക്കി. തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ച ശേഷമാണ് പ്രോട്ടോകോൾ ലംഘനം ആരോപിക്കുന്നത്. ഭാരതാംബയുടെ സങ്കല്പം ഇതല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് കാവിക്കൊടി? സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ ഒത്തുതീർപ്പായി എന്ന് തെറ്റിദ്ധരിച്ചു. പുതിയ ഗവർണർ അവസരം കിട്ടാൻ കാത്തിരിക്കുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്നും സർക്കാർ ഗവർണറുമായി ഏറ്റുമുട്ടുന്നില്ല എന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. പ്രോട്ടോകോളിനേക്കാൾക്ക് മുകളിലാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവും. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല. അത് അഖണ്ഡ ഭാരതത്തിന്റെ സങ്കല്പം വെച്ചുള്ളതാണ്. എവിടെ ഇന്ത്യൻ ഭരണഘടനയില്ല കാവിക്കൊടിയുള്ളത്? അപ്പോൾ കേരള സർക്കാർ പറയുന്ന ഔപചാരികമായിട്ടുള്ള സർക്കാർ ചടങ്ങുകളിൽ